പറയാ. ഇപ്പൊ നോക്കൂ, നിങ്ങള് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഖുതുബ പരിഭാഷ. അള്ളാഹുവിന്റെ റസൂൽ അറബിയിലാണ് ഓതിയത്, സഹാബത്തെ കിറാം അറബിയിലാണ് ഓതിയത്. അനറബി നാടുകളിൽ പോയിട്ട് പോലും അങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നത് എന്ന് KM മൗലവി പറഞ്ഞു. എന്താണ് കാരണം? അറബി ഭാഷയിലാണ് ഖുതുബ ആയിരിക്കേണ്ടത്, അത് ശർത്താണ്. നബിയും സഹാബത്തെ കിറാം ഖുതുബ നടത്തിയത് അറബി ഭാഷയിലാ. അങ്ങനെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഇമാം റാഫിഈ തങ്ങൾക്ക് മുമ്പ്, ഇമാം നവവി തങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട ഇമ്രാനി തങ്ങൾ പറഞ്ഞതെങ്കിൽ ഒരു മൗലവി പരിഹസിക്കുന്നു. നോക്കൂ, നമ്മളെ സക്കരിയ കുട്ടി വരട്ടെ എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയോ ഇതെന്താ സാധനം എന്ന്? നബാത്തി ഖുത്ബയുടെ പരിഭാഷ. അത് പരിഭാഷപ്പെടുത്തിയിട്ട് 40 ആലിമീങ്ങൾ ഒപ്പിട്ടിട്ട് ആ പരിഭാഷ പല പള്ളിയിലും ഖുത്ബയായിട്ട് പറഞ്ഞിരുന്നു പച്ച മലയാളത്തിൽ. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? എന്നിട്ട് പറയാണ് അല്ലാഹുവിന്റെ റസൂല് ഖുത്ബ അറബിയിലാണെന്നുണ്ടെന്ന് പറഞ്ഞ ഹദീസ് ഏതാ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എന്താ ഖുറാബിയുടെ അർത്ഥം? ഞാൻ ഖുത്ബ പറഞ്ഞ പോലെ ഖുത്ബ പറയണമെന്നാ തന്നെ? ഞാൻ നമസ്കരിച്ചതുപോലെ നിസ്കരിക്കണം എന്നാ ഇതിന്റെ അർത്ഥം? എന്നാ ഒരു ഹദീസ് കൊണ്ടുവാ, ഉഖ്തുബു കമാ റഅയ്തുമൂനി യഖ്തുബു. ഞാൻ തവ്വല കെട്ടിയാണ് ജലദോഷം കുറിച്ച്. സാധാരണ മൗലവിമാരെ തലന്റെ പുറത്തും ഉള്ളിലും ഒന്നും ഉണ്ടാകലില്ല, ഇത് പുറത്തുണ്ട്. ഇയാള് പറയണം 40 ആലിമീങ്ങളുടെ നബാത്തി ഖുത്ബയുടെ പരിഭാഷ. യാഖൂത്തുൻ അത്തിയ എന്ന് പറഞ്ഞിട്ട് നബാത്തി ഖുത്ബക്ക് ഒരു മൂലയിൽ മൊയ്തി മൂലയിൽ എന്ന് പറഞ്ഞ ആള് മൂലയിൽ കുത്തിരുന്നിട്ട് ഒരു പരിഭാഷ ഇറക്കി. ആ പരിഭാഷ 1915 ഇറക്കിയത്. അത് ഇറക്കി വെക്കുമ്പോ പണ്ഡിതന്മാരാരും, ഇയാൾ നിഷേധിക്കാൻ പറ്റുമെന്നല്ല ചോദിക്കുന്നത്, പണ്ഡിതന്മാരാരും അതിന് അംഗീകരിച്ചില്ല, പണ്ഡിതന്മാരാരും ഉൾക്കൊണ്ടില്ല. അപ്പൊ ഇയാൾ 40 ആലിമീങ്ങളുടെ ഉണ്ടാക്കി. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ പൊന്നാനിയിലെ മഖ്ദൂമുമാരിൽപ്പെട്ട മഹാനരായ പണ്ഡിതൻ ഇതിൽ ഒപ്പു എന്ന് പറയപ്പെടുന്ന ആളുകളെ വിളിച്ചു വരുത്തി അന്വേഷിച്ചു നോക്കുമ്പോ ഇങ്ങനൊരു സംഭവമല്ല. അതിൽ വിളിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പുതിയകത്ത് കുഞ്ഞവൻ ബാവ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ടവരോട് ഞാൻ അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൂലയിലും ഏതി മൂലയെ വിളിച്ചിട്ട് എന്തായി, അവിടുത്തെ നാട്ടുകാരൊക്കെ പാടെ ഇങ്ങനെ കാര്യം ചെയ്തതല്ലേ, കൈകൊട്ടി പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിന്റെ വന്ന് എന്തെങ്കിലും പാതകം ചെയ്താൽ ഇയാള് ഈ നബാത്തി ഖുത്ബക്ക് ഈ 40 ഒപ്പുണ്ടാക്കിയതിന്റെ പേരില് അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് കൈകൊട്ടി പുറത്താക്കി വഷളാക്കിയ സംഭവം ചരിത്രത്തിലുണ്ട്. തൊള്ളൊഴിച്ച് കുത്തിരുന്നാ പോരാ, വിഷയം മനസ്സിലാക്കണം. മുഖ്യമൊക്കെയാണ് തൊള്ളൊഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നിഷേധിക്കുമെന്നാ ചോദിച്ചു. നിഷേധിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് വേറൊരു മൗലവി പള്ളിയിൽ കയറി നോക്കുമ്പോ ഈ പരിഭാഷ കണ്ടു നോക്കുമ്പോ അതിൽ 11ാം നമ്പർ മൂപ്പരൊപ്പ. സുബ്ഹാനല്ലാഹ്, എന്റെ ഒപ്പയിലുണ്ട്. അത് നടക്കൂലല്ലോ, മൂപ്പര് ഇതിന് നോട്ടീസ് ഇറക്കി. ഒന്നുകൂടി താഴത്ത് ഇങ്ങനെ മരിച്ചു നോക്കുമ്പോ 19ാമത്തെ ആള് 17 കൊല്ലം മുമ്പ് മരിച്ച ആള്. എന്നിട്ട് ആ പരിഭാഷയാണ് ഈ കുഞ്ഞൂട്ടി സാധു, മഹാസാധു അയാളും കയ്യെ പിടിച്ചിറക്കി. ഖുതുബക്ക് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് ഉദ്ധരിക്കുന്നതിനെ പരിഹസിക്കുക. ഈ ഹദീസ് സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ പരാമർശിക്കപ്പെടാൻ എന്താ കാരണം? ബഹുമാനപ്പെട്ട ഇമ്രാനി തങ്ങൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, നവവി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, റാഫിഈ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ ഫർളുകൾക്ക് ബാധകമാണ്, നിസ്കാരത്തിന്റെ ശർത്തുകൾക്ക് ബാധകമാണ്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾക്കും ബാധകമാണ്. നിസ്കാരത്തിന്റെ ഫർളാണ് തക്ബീറത്തുൽ ഇഹ്റാം, അതിന് ബാധകമാണ്. നിസ്കാരത്തിന്റെ അതിന് ബാധകമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ സ്ഥാനത്ത് നിസ്കരിക്കുമ്പോ അതിന്റെ മുന്നോടിയായി 2
നിർവഹിക്കൽ ഷർത്താണെങ്കിൽ ആ ഷർത്തിനും ഇത് ബാധകമാണ്. ആ ഖുത്ബ എങ്ങനെയാണ് നബിയും സഹാബത്തും നിർവഹിച്ചതെങ്കിൽ അതേ ശൈലിയിൽ ഉപയോഗിക്കുക എന്നത് ഇതിന്റെ പരിധിയിൽ വരുന്നു. അതല്ലാതെ വെറും നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല. ഈ സാധുവിന് ഈ ഹദീസ് എവിടെ ഉദ്ധരിച്ചത് എന്ന് കൂടെ അറിയില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച നിസ്കാരത്തിനെ പറ്റിയ